ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേകു മനസ്സായി നമിക്കുന്നു ജാതാന്തരം. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേകു മനസ്സായി നമിക്കുന്നു ജാതാന്തരം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നിന്റെ പ്രിയമക്കളാം ഞങ്ങളെല്ലാവരും. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നിന്റെ പ്രിയമക്കളാം ഞങ്ങളെല്ലാവരും. തോളോട് തോൾ ചേർന്നു സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ വരം നൽകേണമേ. തോളോട് തോൾ ചേർന്നു സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ വരം നൽകേണമേ. മുന്നേറുവാൻ വരം നൽകേണമേ. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേകു മനസ്സായി നമിക്കുന്നു ജാതാന്തരം. ആനക്കയം ഗവൺമെന്റ് യു പി സ്കൂളിനു വേണ്ടി കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഔപചാരികമായ ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ഈ വിദ്യാലയത്തിന്റെ പ്രധാനാധ്യാപകൻ KM മുഹമ്മദ് അബ്ദുള്ള മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ കേരളത്തിന്റെ കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് കാര്യമന്ത്രി പ്രിയപ്പെട്ട ശ്രീ വി അബ്ദുറഹ്മാൻ അവർകൾ, ബഹുമാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട പി ഉബൈദുള്ള സാഹിബ് MLA അവർകൾ, പ്രിയപ്പെട്ട ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വറ്റ് ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത മണികണ്ഠൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീ മൂസ യു, ശ്രീമതി ശ്രീ KM അബ്ദുൾ റഷീദ്, ഫെബിന ആഷിദ്, പ്രിയപ്പെട്ട മഞ്ചേരി BPC SSK ശ്രീ സുധീർ ബാബു, ഈ സ്ഥാപനത്തിലെ PTA പ്രസിഡന്റ് SMC ചെയർമാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ, ബഹുമാന്യരായ ആനക്കയത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭകളായ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, ആനക്കയം GP സ്കൂൾ എന്ന് വളരെ സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് കടന്നു പോകുന്നത്. ഈ സ്ഥാപനത്തിന് 2022-23 വർഷത്തില് ബജറ്റ് വിഹിതമായി ലഭിച്ച 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സ്ഥാപനത്തിന് നേരത്തെ MLA നിർമ്മിച്ച കെട്ടിടത്തിന് മുൾഭാഗത്തില് 1ാം നില ഒരു കെട്ടിടവും, അതോടൊപ്പം തന്നെ ഒരു പക്ഷേ മലപ്പുറം ജില്ലയിൽ മറ്റൊരു ഗവൺമെന്റ് വിദ്യാലയത്തിന് അനുവദിച്ച എത്ര എന്നറിയില്ല 16 CCTV ക്യാമറ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനം മൊത്തം കവറേജ് നൽകുന്ന CCTV, സൗണ്ട് സിസ്റ്റം, അതോടൊപ്പം തന്നെ മതിയായ അളവുള്ള ഫർണിച്ചർ തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ബജറ്റ് വീതം കിട്ടിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് അല്പം മുമ്പ് ബഹുമാന്യനായ മന്ത്രി വി അബ്ദുറഹ്മാൻ അവർ നിർവഹിച്ചത്. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ MLA ഈ സ്ഥാപനത്തിന് നൽകിയ ഒട്ടേറെ ഫണ്ടുകളുണ്ട്. തുടർന്ന് ഇപ്പോൾ നിർമ്മിക്കാൻ ഇതിന് തൊട്ടുമുകളിൽ നിർമ്മിക്കാൻ പോകുന്ന 5 നില ക്ലാസ് റൂമുകളും, അതോടൊപ്പം തന്നെ കിച്ചൺ ഷെഡിന്റെയും ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവർത്തനം ഉൾപ്പെടെ ബഹുമാന്യ MLA ഒട്ടേറെ പ്രവർത്തനങ്ങൾ സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബഹുമാന്യ ആനക്കയം ഗ്രാമപഞ്ചായത്തിന്റെ സാരഥികൾ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഈ സ്ഥാപനത്തിന് വേണ്ടി ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ നിലയിലും മഞ്ചേരി BPCയുടെ ഉൾപ്പെടെയുള്ള SSKയുടെ പദ്ധതികളുണ്ട്. സമഗ്ര ശിക്ഷ കേരള ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഈ വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി കുട്ടികൾക്ക് യഥേഷ്ടം പഠിക്കാൻ
കളിയിലൂടെ പഠിക്കാൻ 13 ഇടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആ 13 ഇടങ്ങളിലൂടെ ആക്ടിവിറ്റി ബേസ്ഡ് ആയി പഠിക്കാനുള്ള ഒരു അവസരമാണ് SSK നൽകിയത്. ആ സമഗ്ര ശിക്ഷ കേരളയ്ക്കും പ്രത്യേകം അതിൻ്റെ പേരിൽ നന്ദി പറയുന്നു. ഈ പരിപാടി അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ നിർവഹിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ സ്കൂളിനുമായി ബന്ധപ്പെട്ട് മറ്റു നിരവധി പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഏതായാലും ഞാൻ എൻ്റെ സംഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ബഹുമാന്യനായ കേരളത്തിന്റെ ന്യൂനപക്ഷ ക്ഷേമ, ഹജ്ജ്, വഖഫ് കാര്യ വകുപ്പ് മന്ത്രി, ന്യൂനപക്ഷ വഖഫ് കാര്യ വകുപ്പ് മന്ത്രി കൂടിയായ, കായിക വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ വി അബ്ദുറഹ്മാൻ അവர்களെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടന കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായ MLA ശ്രീ P. ഉബൈദുള്ള അവർകളാണ്. അദ്ദേഹം ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. ഈ സ്ഥാപനത്തിലേക്ക് എല്ലാ സ്കൂളും സാധാരണ അപ്ഗ്രേഡ് ആണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ സ്കൂൾ UP-യിലേക്ക് LP ആണ് മെർജ് ചെയ്തുകൊണ്ടാണ് ഈ സ്കൂൾ ആദ്യഘട്ടം തുടക്കം കുറിച്ചത്. ആ LP മെർജ് സ്കൂളിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂള് ആനയ്ക്ക് നഷ്ടപ്പെടാതെ മെർജ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാലഘട്ടം മുതൽ ഈ സ്ഥാപനത്തിന്റെ PTA പ്രസിഡന്റ് ആയിക്കൊണ്ടും ഇവിടുത്തെ ജില്ലാ കൗൺസിലിന്റെ അംഗമായിക്കൊണ്ടും തുടർന്ന് നിയമസഭാ അംഗമായിക്കൊണ്ടും പൊതുപ്രവർത്തനായിക്കൊണ്ടും ഈ സ്ഥാപനത്തിന്റെ PTA പ്രസിഡന്റ് കൂടിയായിരുന്ന ബഹുമാന്യനായ ശ്രീ P. ഉബൈദുള്ള MLA അവர்களെ ആദരപൂർവ്വം ഈ വേദിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ആനക്കയം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ അഡോട്ട് ചന്ദ്രൻ, ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ പറഞ്ഞാലും വളരെ പോസിറ്റീവ് ആയിക്കൊണ്ട് സ്കൂളിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകുന്ന പ്രിയപ്പെട്ട അഡോട്ട് ചന്ദ്രൻ അവர்களെ ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ എത്തിച്ചേർന്ന ബഹുമാന്യായ ആനക്കയം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത മണികണ്ഠൻ അവர்களെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആനക്കയം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മൂസ യു ആദരപൂർവ്വം താങ്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ആനക്കയം ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KM അബ്ദുൾ റഷീദ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രോജക്റ്റ് SSKക്ക് വേണ്ടി വിശദീകരിക്കുന്നത് പ്രിയപ്പെട്ട മഞ്ചേരിയിലെ പ്രോജക്ട് കോർഡിനേറ്റർ കൂടിയായ SSK പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീ സുധീർ ബാബു അവർകളാണ്. ശ്രീ സുധീർ ബാബുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യ ഈ സ്ഥാപനത്തിന്റെ മുൻ ഹെഡ് മാസ്റ്റർ, ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രിയപ്പെട്ട മുൻ ഹെഡ് മാസ്റ്റർ ശ്രീ T. മുഹമ്മദ് ഇബ്രാഹിം അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട PTA പ്രതിനിധികളായ ശ്രീ K. ഇസാഖ്, അതുപോലെ തന്നെ PTA പ്രസിഡന്റ് ശ്രീ അൻവർ സദാത്ത്, SMC ചെയർമാൻ, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ശ്രീ P. സുബൈർ, അതുപോലെ ആനക്കയത്തെ വിവിധ സാമൂഹ്യ സംഘടനകൾ പ്രതികരിച്ചുകൊണ്ട് വേദിയിലെത്തിച്ചേർന്ന പ്രിയപ്പെട്ട ശ്രീ KV മുഹമ്മദ് അലി, KV ഇസാഖ്, ശ്രീ സുന്ദരരാജൻ, ശ്രീ സുരേഷ് ബാബു TP, ശ്രീ AP അബ്ദുൽ ഹമീദ്, ശ്രീ ഷിയാബുദ്ദീൻ PTA വൈസ് പ്രസിഡന്റ്, ശ്രീ CK സാലി PTA SMC വൈസ് ചെയർമാൻ, മഞ്ചേരി BRCയിലെ പ്രതിനിധികളായ ശ്രീ നിഖിൻ സി, ശ്രീമതി ഇന്ദിരാദേവി, ശ്രീ മുഹമ്മദ് ഗസൽ കെ തുടങ്ങിയ എല്ലാവരും, അതോടൊപ്പം തന്നെ വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും സ്കൂൾ യാത്രയപ്പ് നൽകുന്ന പ്രിയപ്പെട്ട പ്രതിനിധികളായ ശ്രീമതി അംബുജം, അതുപോലെ ശ്രീമതി മിനി ജോസഫ് തുടങ്ങിയ അധ്യാപികമാരെയും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും കുട്ടികളെയും നാട്ടുകാരെയും എല്ലാവരെയും വേദിയിലേക്ക് സന്തോഷത്തോടു കൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി ബഹുമാന്യനായ MLA ശ്രീ P. ഉബൈദുള്ള അവர்களെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആനക്കയം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരള സംസ്ഥാന സ്പോർട്സ്, ഹജ്ജ്, വഖഫ് വകുപ്പ് മന്ത്രി ശ്രീ V. അബ്ദുറഹിമാൻ അവർകൾ, സ്വാഗതം ആശംസിച്ച നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകൻ ശ്രീ KM മുഹമ്മദ് അബ്ദുള്ള മാസ്റ്റർ, ബഹുമാനപ്പെട്ട ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡോട്ട് ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ശ്രീ അനിത മണികണ്ഠൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീ U. മൂസ, KM റഷീദ് മാസ്റ്റർ, BPC മഞ്ചേരി സുധീർ ബാബു, PTA പ്രസിഡന്റ് KP ഇസ്ഹാഖ്, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ P. സുബൈർ, ശ്രീ സുന്ദരരാജൻ, TP സുരേഷ് ബാബു, AP അബ്ദുൽ ഹമീദ്, PTA വൈസ് പ്രസിഡന്റ് CP ഷിഹാബുദ്ദീൻ, SMC വൈസ് ചെയർമാൻ CK സാലി, സ്റ്റാഫ് സെക്രട്ടറി ബീന ടീച്ചർ,
പദ്ധതി വർണ്ണക്കൂടാരം പദ്ധതി വിശദീകരിക്കുന്ന ടി അബ്ദുസലീം മാസ്റ്റർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ആനക്കയം ഗവൺമെൻറ് യു പി സ്കൂൾ ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ജില്ലയിലെ തന്നെ മറ്റു വിദ്യാലയങ്ങളുടെ മുൻനിരയിലാണ്. നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ കെട്ടിടങ്ങൾ ഒന്നൊന്നായി പുതുതായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ ഹെഡ് മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ നേരത്തെ MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ചെലവഴിച്ച് താഴെ നില കെട്ടിടം നമ്മൾ ഉണ്ടാക്കി. ഇപ്പോൾ കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് അതിന് ഉദ്ഘാടന കർമ്മമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നിർവഹിച്ചത്. ഇനി അതിന് മുകളിൽ MLA ഫണ്ടിൽ ഉപയോഗിച്ച് 70 ലക്ഷം രൂപ ചെലവിൽ അതിന് മുകളിലെ നില കൂടി താമസിയാതെ പണി ആരംഭിക്കാനിരിക്കുകയാണ്. അതുകൂടി ആകുമ്പോൾ നമ്മുടെ സ്കൂളിൽ ആവശ്യമായ കെട്ടിട സൗകര്യം പരിപൂർണമാകും എന്ന കാര്യം തീർച്ചയാണ്. നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഭൗതിക സൗകര്യങ്ങൾ മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് നമ്മുടെ സ്കൂളിൽ ലഭ്യമാകും. അതിമനോഹരമായി SSK സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വർണ്ണക്കൂടാരത്തിൻ്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുകയുണ്ടായി. ഈ ഭൗതിക സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. കുട്ടികൾ നന്നായി പഠിക്കുകയും അതോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികൾ നമ്മുടെ സ്കൂളിൽ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. കഴിഞ്ഞ സ്കൂൾ മേളയിലും കായികമേളയിലുമൊക്കെ ആനക്കയം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ നാമം ഉയർന്നു കേൾക്കാൻ നമുക്ക് സാധ്യമായത് ഈ വിദ്യാലയത്തിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വളരെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മുൻനിരയിൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കാൻ നമുക്കിനി സാധ്യമാവണം. അതിന് നാട്ടുകാരുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാവണം എന്ന് മാത്രമേ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. ദീർഘമായി സംസാരിക്കുന്നില്ല. ഇനി രാത്രി നമുക്ക് കുട്ടികളുടെ കലാപരിപാടി ഉൾപ്പെടെയുള്ള വാർഷിക പരിപാടി സെഷൻ വീണ്ടും നടക്കാനുണ്ട്. അതുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട സ്പോർട്സ് ഹജ്ജ് വകുപ്പ് മന്ത്രി ശ്രീ V. അബ്ദുറഹിമാൻ അവർകളെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ആനക്കയം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ കെട്ടിട ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ V. അബ്ദുറഹ്മാൻ കായിക ഹജ്ജ് വഖഫ് മന്ത്രി, അതോടൊപ്പം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ സ്കൂളിൽ ലഭ്യമായ വർണ്ണക്കൂടാരം പദ്ധതിയുടെയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ മന്ത്രിയെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച ഫണ്ട് കൊണ്ട് നിർമ്മിച്ച ഈ കെട്ടിടത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത്. ഗവൺമെൻറ് UP സ്കൂൾ ആനക്കയത്തെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിടം വരുന്നതോടുകൂടി കുട്ടികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ നടത്താനുള്ള വേദി ഒരുങ്ങുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ മലപ്പുറം MLA, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലെങ്കിൽ കൂടി ഈ വിദ്യാലയത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ മുകളിൽ 70 ലക്ഷം രൂപ ചെലവിൽ ക്ലാസ് റൂമുകൾ നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറായി അത് കളക്ടർ AS നൽകി കഴിഞ്ഞതാണ്.
ഇതേ കെട്ടിടത്തിൻ്റെ തന്നെ താഴെ നില അദ്ദേഹത്തിൻ്റെ ഫണ്ട് കൊണ്ടാണ് നിർമ്മിച്ചത്. അപ്പോൾ ഈ വിദ്യാലയത്തോടുള്ള അദ്ദേഹം PTA പ്രസിഡൻ്റായിട്ടുള്ള ഈ വിദ്യാലയത്തോട്, ഈ നാടിനോടുള്ള കടപ്പാടാണ് അദ്ദേഹം പുതിയ തലമുറക്ക് ഉതകുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ധാരാളം ഉദ്ഘാടന ചടങ്ങുകൾ ബഹുമാനപ്പെട്ട MLAക്കൊപ്പം ഈ മണ്ഡലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. റോഡുകളായാലും പാലങ്ങളായാലും വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനമായാലും ഒക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ മണ്ഡലത്തിന് ധാരാളം പദ്ധതികൾ സമ്മാനിച്ച ഒരു MLA ആണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുക. ഈ ഉദ്ഘാടന ചടങ്ങിനൊപ്പം തന്നെ മറ്റൊരു പദ്ധതി കൂടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. വർണ്ണക്കൂടാരം പദ്ധതി. അത് പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർക്കാർ ഒരുക്കുന്നൊരു പ്രത്യേക പദ്ധതിയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ബന്ധപ്പെട്ട DPC SSK മലപ്പുറം ഇതിൻ്റെ മേധാവി ആ പദ്ധതി കൃത്യമായി തന്നെ വിവരിക്കും. ബഹുമാനപ്പെട്ട അബ്ദുസലീം നമ്മോടൊപ്പം ഈ വേദിയിലുണ്ട്. ആശംസകൾ അർപ്പിക്കുന്ന ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ആനക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അടോട്ട് ചന്ദ്രൻ, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത മണികണ്ഠൻ, ബഹുമാനപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മൂസ, ബഹുമാനപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെബിന, ബഹുമാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, DPO SSK മലപ്പുറം അതിൻ്റെ മേധാവി സുരേഷ് കൊളാശ്ശേരി, AEO മഞ്ചേരി ശ്രീ സുനിത S, PPC മഞ്ചേരി സുധീർ ബാബു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWD ശ്രീ ഷഹീബ്, പ്രധാന അധ്യാപകൻ ഈ ചടങ്ങിൽ സ്വാഗതം ശ്രീ മുഹമ്മദ് ഇബ്രാഹിം, ബഹുമാനപ്പെട്ട ഇസ്ഹാഖ്, ശ്രീ അൻവർ, സുബൈർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ശ്രീ മുഹമ്മദ് അലി, ശ്രീ ഇസ്ഹാഖ്, സുന്ദർ രാജൻ, സുരേഷ് ബാബു, ശ്രീ അബ്ദുൽ ഹമീദ്, ശ്രീ ഷിഹാബുദ്ദീൻ, CK സാലിം, ഈ ചടങ്ങിൽ നന്ദി അറിയിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറി ബീന അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വലിയ മാറ്റങ്ങൾക്കാണ് വിധേയമായിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ജനകീയ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ജനകീയ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന സംസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ഇടപെടൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിൽ കഴിയുന്നുവെന്നാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ ഇടപെടുകയും ആ വിദ്യാലയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയുള്ള സമഗ്ര വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ധാരാളം പുതിയ പദ്ധതികൾ ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ ഗവൺമെൻറ് ചെലവഴിച്ചിട്ടുള്ളത്. ഈ പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടികൾ ഏറ്റവും ക്വാളിറ്റിയുള്ള പഠന സംവിധാനം ഒരുക്കുന്നതിൽ ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ പഠനരംഗത്ത് കൊണ്ടുവരുന്നതൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തിനും കഴിയാത്ത വിധത്തിലാണ് നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച. രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സംവിധാനമുള്ള എല്ലാ പഞ്ചായത്തുകളിലും വിദ്യാലയങ്ങളുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറാൻ കാരണം
കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ ജനങ്ങൾ, നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി വിദ്യാഭ്യാസത്തെ കാണുന്ന അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. കേരളീയൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ വിദ്യാഭ്യാസത്തെ കാണുന്നതിൻ്റെ ഇതുകൊണ്ടാണ് ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്ന ഒരു നാടായി കേരളം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ കണക്കെടുത്താൽ നമുക്ക് കാണാൻ കഴിയും, ഏറ്റവും ഉന്നത വിജയം നേടിയിട്ടുള്ള പെൺകുട്ടികളുള്ള ഒരു ജില്ല കേരളത്തിൽ മലപ്പുറമാണ് എന്നുള്ള സന്തോഷം ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു കാലത്ത് നമ്മുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായി. പക്ഷേ ഇന്നത് മാറി. പ്രൈമറി തലം തൊട്ട് തന്നെ വിദ്യാഭ്യാസം നടത്താൻ ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നമ്മുടെ പെൺകുട്ടികളെ വിദ്യാഭ്യാസ യോഗ്യത എന്നത് +2 ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 50% വരുന്ന വിദ്യാർത്ഥിനികൾ അവർ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാണ് കണക്ക്. 30% വരുന്ന പെൺകുട്ടികൾ അവർ PG കോഴ്സുകൾ പൂർത്തീകരിക്കുന്നു എന്നാണ് കണക്ക്. അപ്പോൾ ഈ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ മുൻഗണന നൽകാൻ നമുക്ക് കഴിഞ്ഞു. ആ രീതിയിലേക്ക് പ്രവർത്തിക്കാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ജനകീയാസൂത്രണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ അവരെടുത്തിട്ടുള്ള വലിയൊരു പങ്ക് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. കാരണം ഓരോ ഗ്രാമപഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും ഒക്കെ തന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണമേന്മ പരിശോധിക്കുന്നതിനും അവിടെ ആവശ്യമായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ ഫണ്ടുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ MLA-മാരായാലും മന്ത്രിമാരായാലും ഒക്കെ തന്നെ നല്ല രീതിയിൽ അതിന് നിലപാടുകൾ എടുക്കാറുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ 5000-ലധികം കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനായി നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇതിൻ്റെ പ്രയോജനം എന്നുള്ളത് നമ്മുടെ പുതിയ തലമുറക്കാണ്. ഈ തലമുറ ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടി ലോകത്തിന് തന്നെ മാതൃകയാവുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇതുതന്നെയാണ് നമ്മൾ ആഗ്രഹിച്ച വിദ്യാഭ്യാസം. ജനകീയ വിദ്യാഭ്യാസ പരിപാടികളിലൂടെ ഇനിയും നമുക്ക് മുന്നേറാൻ കഴിയുമെന്നുള്ളൊരു കാര്യം മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ടു ഇപ്പോൾ സ്റ്റാർസ് പദ്ധതിയുടെ ഉദ്ഘാടനം കൂടി ഇതോടനുബന്ധിച്ച് നടക്കുകയാണ്. സ്റ്റാർസ് പദ്ധതിയെക്കുറിച്ചുള്ള പൂർണ്ണമായുള്ള വിവരങ്ങൾ ബഹുമാനപ്പെട്ട സലീം ഇവിടെ വിവരിക്കും. പക്ഷേ പ്രൈമറി വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഏറ്റവും അവരുടെ മനസ്സിനെ സ്പർശിക്കുന്ന, അവരുടെ ഭാവി ജീവിതത്തിൽ അവർക്ക് ചൂണ്ടുപലകയാവുന്ന നിരവധി അടിസ്ഥാന വശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് സ്റ്റാർസ് പദ്ധതി. അപ്പോൾ അതേക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ ബഹുമാനപ്പെട്ട സലീം വിവരിക്കും. അത് ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾ കേട്ടാൽ എന്താണ് ഒരു കളിയിടം മാത്രമല്ല അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടുള്ള ഉപയോഗം നമ്മുടെ കുട്ടികളുടെ ബുദ്ധി വികാസത്തെയാണ് നമുക്ക് അതിലൂടെ ചെയ്യാൻ കഴിയുക. അപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കും. എന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും നിങ്ങളോടൊത്ത് കൂടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും ഈ വർഷം പടിയിറങ്ങുന്ന 2 അധ്യാപികമാർക്കുള്ള മെമൻറ്റോ സമർപ്പിക്കുന്നതിനു വേണ്ടി കൂടി ബഹുമാന്യനായ മന്ത്രിയോട് ഏറ്റവും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി നീണ്ട 26 വർഷം നമ്മുടെ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച ശ്രീമതി MK അംബുജം ടീച്ചർക്കുള്ള ഉപഹാരം നൽകുന്നതിനു വേണ്ടി ബഹുമാന്യനായ മന്ത്രി V അബ്ദുറഹ്മാൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി MK അംബുജം ടീച്ചറെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന ഹിന്ദി അധ്യാപിക ശ്രീമതി മിനി ടീച്ചറെ നമ്മുടെ സ്നേഹ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ ഒരിക്കൽ കൂടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ സ്കൂളിൻ്റെ നീണ്ട വർഷത്തെ ആവശ്യമായ
ഓപ്പൺ ഓഡിറ്റോറിയം കം ഇൻഡോർ സ്റ്റേഡിയം എന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ടുള്ള നിവേദനം ബഹുമാന്യനായ മന്ത്രിക്ക് സമർപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ KP ഇസ്ഹാഖ്, പ്രധാനാധ്യാപകൻ KM അബ്ദുള്ള മാസ്റ്റർ എന്നിവരെ പ്രത്യേകം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി നമ്മളോട് സഹകരിച്ച PWD കോൺട്രാക്ടർ ബഹുമാനായ സമദ് അവർക്കുള്ള മെമൻറ്റോ നൽകുന്നതിന് വേണ്ടി ബഹുമാനായ MLA ശ്രീ P ഉബൈദുള്ള അവർകളോട് ആദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി സമദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം ഈ ഒരു വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഡിസൈനിങ് നമുക്ക് ചെയ്തു തന്ന ലിജി അവർക്കുള്ള മെമൻറ്റോ കൂടി ബഹുമാനനായ MLAയോട് നൽകാൻ അഭ്യർത്ഥിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി ലിജി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു പദ്ധതിയിൽ ഈ ഒരു വർണ്ണക്കൂടാരത്തിൻ്റെയും കെട്ടിട ഉദ്ഘാടനത്തിൻ്റെയും ചടങ്ങിൽ സംബന്ധിച്ച ബഹുമാനനായ MLAക്ക് ഈ സ്കൂളിൻ്റെ പേരിൽ കൃത്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ. അടുത്തതായി ഈ ഒരു വർണ്ണക്കൂടാരം പദ്ധതി വിശദീകരിക്കുന്നതിനു വേണ്ടി ബഹുമാനനായ BPC ശ്രീ സുധീർ ബാബു MP അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ ഉബൈദുള്ള MLA അവർകൾ, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ V അബ്ദുറഹ്മാൻ സർ, വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കൾ കൂടിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രേട്ടൻ, വൈസ് പ്രസിഡന്റ്, മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, എൻ്റെ സഹപ്രവർത്തകനും പ്രിയപ്പെട്ട അബ്ദുള്ള മാഷ്, PTA പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ. വർണ്ണക്കൂടാരം പദ്ധതി സ്റ്റാർസ് പദ്ധതിയാണ്. സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഫണ്ട് ചെലവഴിക്കുന്നതിന് വേണ്ടി പലപ്പോഴായി കേന്ദ്ര സർക്കാർ, ലോകബാങ്ക്, കേരള സർക്കാർ പദ്ധതികളിലൂടെ വരുന്നതാണ്. 60% തുകയും കേരള സർക്കാർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റാർസ് പദ്ധതി എല്ലാ മേഖലയിലും സ്റ്റാർസ് ട്രെയിനിങ് പ്രോഗ്രാം, വർണ്ണക്കൂടാരം, വ്യത്യസ്ത പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരള ഗവൺമെൻറ് കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ട് പ്രീ പ്രൈമറി മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിന് വേണ്ടിയാണ് വർണ്ണക്കൂടാരം പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏതാണ്ട് 750ഓളം വർണ്ണക്കൂടാരങ്ങളും നമ്മുടെ ജില്ലയിൽ 54ഓളം വർണ്ണക്കൂടാരങ്ങളുമാണ് നിലനിൽക്കുന്നത്. നമ്മുടെ സബ് ജില്ലയിൽ പണി കഴിഞ്ഞതിൽ 4 എണ്ണത്തിൽ ഇന്ന് വളരെ അതിമനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ച് ഇവിടെ ശ്രീ V അബ്ദുറഹ്മാൻ സർ ഇവിടെ സമർപ്പിച്ച ഈ വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി മേഖലയെ ശാക്തീകരിക്കുന്നതിനുള്ളതാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെയൊക്കെ കുത്തൊഴുക്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ അതിൻ്റേതായ രീതിയിൽ കൈപിടിച്ചുയർത്തുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം. 13 ഇടങ്ങളായി രൂപകൽപ്പന ചെയ്ത് കുട്ടിയുടെ വിവിധ മേഖലകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പഠനത്തോടൊപ്പം അവരുടെ മാനസിക ഉല്ലാസത്തിനു കൂടി പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് ആ പ്രവൃത്തികളിൽ കൂടി കൊണ്ടുവന്ന് 13 ഇടങ്ങളിലൂടെ വളരെ സ്പഷ്ടീകരണത്തിലൂടെ തന്നെ കൊണ്ടുപോകുന്ന പ്രോഗ്രാമാണ് ഈ വർണ്ണക്കൂടാരം പദ്ധതി. ഇവിടെ ആലോചിച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ സ്കൂളിനെ കുറിച്ച് ചിന്തിച്ചു. അന്നത്തെ HM ആയിരുന്ന ഇബ്രാഹിം സാറ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം അത് ആവശ്യപ്പെട്ട് വാങ്ങുകയും പിന്നീട് വിവിധ തരത്തിലൂടെ അത് കടന്നു പോവുകയും അവസാനം അബ്ദുള്ള മാഷിൻ്റെ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്തു. ഇത് ഈ നാടിന് സമർപ്പിക്കുന്നതിലും പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഈ വളരെ അതിമനോഹരമായ രീതിയിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ടും അതുപോലെ തന്നെ SSK മലപ്പുറത്തിന് വേണ്ടി തന്നെ ഈ പദ്ധതി GUP സ്കൂൾ ആനക്കയത്തിന് സമർപ്പിക്കുകയും ചെയ്തതിലും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാനനായ ആനക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അഡോഡ് ചന്ദ്രൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട MLA P ഉബൈദുള്ള സാഹിബ്,
നമ്മുടെ സ്കൂളും ഭരണകൂടവും ഉദ്ഘാടനം ചെയ്ത മന്ത്രി അബ്ദുറഹ്മാൻ, ആനക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അനിത മണികണ്ഠൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു മൂസ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് മാഷ അടക്കമുള്ള സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ സ്കൂളിന് കിട്ടിയ ബിൽഡിങ്ങും അതുമാതിരി ഭരണകൂടാരവും ഉദ്ഘാടന വേളയിൽ വളരെയേറെ സന്തോഷത്തിലാണ് നമ്മൾ. ഇനി ഇത് കഴിഞ്ഞാൽ 7 മണിക്ക് നമ്മൾ വേറൊരു പരിപാടിയോട് ഇവിടെ നമുക്ക് യാത്രയപ്പ് സമ്മേളനം കൂടി നടക്കാൻ പോവുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ വാർഷികവും. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ആനക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യയായ വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത മണികണ്ഠൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട MLA ഉബൈദുള്ള സാഹിബ്, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ സാർ, ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടൂർ ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, രാഷ്ട്രീയ പ്രവർത്തകരെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, കുഞ്ഞുമക്കളെ, നല്ലൊരു സന്തോഷമുള്ള സമയമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്കൂളിനെയും സംബന്ധിച്ച് സൗകര്യങ്ങൾ ലഭിക്കുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഈ പുതിയ ഈ കെട്ടിട ഉദ്ഘാടനത്തിനും ഈ വർണ്ണക്കൂട്ട് ഉദ്ഘാടനത്തിനും എല്ലാത്തിനും എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു മാഡം. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ആനക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ യു മൂസ. ബഹുമാനപ്പെട്ട MLA, നമ്മുടെ ഈ കെട്ടിട ഉദ്ഘാടനവും ഭരണകൂടാരത്തിൻ്റെ ഉദ്ഘാടനവും കർമ്മം നിർവഹിച്ച ബഹുമാനനായ അബ്ദുറഹ്മാൻ സാർ, മന്ത്രി അബ്ദുറഹ്മാൻ സാർ, മറ്റ് സ്റ്റേജിലിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങൾ, സംസ്ഥാന സർക്കാരും നമ്മുടെ ബഹുമാനപ്പെട്ട MLAയും പഞ്ചായത്തുമൊക്കെ നമ്മുടെ പഞ്ചായത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും, രക്ഷിതാക്കളും അധ്യാപകരൊക്കെ ഈ ചെലവഴിക്കുന്ന സംഖ്യക്കനുസരിച്ച് അല്ലെങ്കിൽ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് അതിലുള്ള കുറവുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KM അബ്ദുൾ റഷീദ് മാസ്റ്റർ. ആനക്കയം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെയും വർണ്ണക്കൂടാരത്തിൻ്റെയും ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മന്ത്രി വി അബ്ദുറഹ്മാൻ അവറുകളെ, ഇതിൻ്റെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഉബൈദുള്ള സാഹിബ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടൂർ ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അനിത മണികണ്ഠൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു മൂസ തുടങ്ങി സ്റ്റേജിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, ഈ വിദ്യാലയത്തിലെ ഭൗതിക സാഹചര്യവും അതുപോലെ പഠനാന്തരീക്ഷവും മെച്ചപ്പെടുത്തുവാൻ ഗവൺമെൻറ്റും SSKയും പ്രത്യേക താല്പര്യമെടുത്ത് കെട്ടിടവും അതുപോലെ തന്നെ വർണ്ണക്കൂടാരവും ഉണ്ടാക്കിയത് എന്തിനാണെന്നുള്ള ഇതിനു മുമ്പ് തന്നെ റിപ്പോർട്ടിലും മറ്റും സൂചിപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ആളുകൾ ഇനിയും ചെയ്യേണ്ടത് ഈ സൗകര്യങ്ങൾ പരമാവധി അവരുടെ കുട്ടികൾക്ക് ലഭിക്കാൻ മറ്റ് വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നതിന് പകരം സമീപ സ്കൂളുകളിൽ തന്നെ ചേർത്തുകൊണ്ട് സ്കൂളിലെ അംഗസംഖ്യ, കുട്ടികളുടെ എണ്ണം കൂട്ടുകയാണ് വേണ്ടത്. കുട്ടികളുടെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതി പ്രകാരം നമ്മുടെ ആനക്കയം പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രീ സ്കൂളിന് വർണ്ണക്കൂടാരം പ്രൊജക്റ്റ് അനുവദിക്കുകയും അത് കൃത്യമായി പണി പൂർത്തിയാക്കി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, പ്രീ സ്കൂൾ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രീ സ്കൂളിലേക്ക് വർണ്ണക്കൂടാരം പദ്ധതി അനുവദിച്ചിട്ടുള്ളത്. കളിത്തോണി
കളിപ്പാട്ടം പുസ്തകമാണ് ഇന്ന് പ്രീ സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. ഇതിൽ 85 ശേഷികളുണ്ട്, 30 തീമുകളുണ്ട്. ഈ തീമുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ പാഠഭാഗങ്ങളും പ്രവർത്തനാധിഷ്ഠിതമായി കുട്ടികൾക്ക് ടീച്ചേഴ്സ് നൽകുന്നത്. ആ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 13 പ്രവർത്തന ഇടങ്ങളോട് കൂടിയ വർണ്ണക്കൂടാരം പ്രൊജക്റ്റ് ഇന്ന് കേരളത്തിലെ പ്രീ പ്രൈമറികളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി നമ്മുടെ വിദ്യാലയത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത ജൂൺ മാസം മുതൽക്ക് പുതിയ വിദ്യാർത്ഥികളെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കുകയും അവർക്ക് ഈ വർണ്ണക്കൂടാരം പ്രവർത്തനാധിഷ്ഠിതമായി മുഴുവൻ പ്രവർത്തനങ്ങളും ടീച്ചേഴ്സിൻ്റെയും അതുപോലെ ഇവിടെയുള്ള PTയുടെ ഒക്കെ നേതൃത്വത്തിൽ കളിത്തോണിയും കളിപ്പാട്ടത്തെയും ബേസ് ചെയ്ത് മാത്രം നടപ്പിലാക്കും മാത്രം പറഞ്ഞുകൊണ്ട് അതിനിവിടെയുള്ള PTയെയും അധ്യാപകരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീമതി ഇന്ദിരാദേവി പി, മഞ്ചേരി BRC ട്രെയിനറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ അധ്യാപകരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ അതൊരു നാടിൻ്റെ സമ്പത്താണ്. ആ വിദ്യാലയത്തിലെ മക്കളാണ് അടുത്ത ഈ നാടിൻ്റെ ഭാവി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വിദ്യാലയത്തെ ഏറ്റവും സമ്പന്നമാക്കുന്നതിന് അവിടുത്തെ അധ്യാപകർ, ആ നാട്ടുകാർ എല്ലാവരും കൂടി ഒന്നു ചേരുമ്പോഴേ കഴിയുകയുള്ളൂ. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കെട്ടിടോദ്ഘാടനം നടക്കുന്നു. കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ട ബദ്ധപ്പാടിലാണ് ഈ അധ്യാപകരും ഇവിടെയുള്ള PTA സംഘടനകളും എന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ SSK നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുമക്കളുടെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള വയസ്സ് വരെയാണ് കുഞ്ഞുങ്ങളുടെ എല്ലാവിധ വളർച്ചയും ഭൗതികമായും മാനസികമായും ശാരീരികമായും ഒക്കെ നടക്കുന്ന വളർച്ചകൾ സംഭവിക്കുന്നത്. ഈ സമയത്ത് കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പഠന പ്രക്രിയയിലൂടെ കുട്ടികളെ മുന്നേറ്റുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അത്തരം വികസനങ്ങളെല്ലാം തന്നെ കൃത്യമായി കിട്ടും. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് വർണ്ണക്കൂടാരം പദ്ധതി. ഈ 13 ഇടങ്ങളിലും ശാസ്ത്രീയമായ രീതിയിൽ ഒരുക്കിക്കൊണ്ട് കുട്ടികൾക്ക് അനുഭവങ്ങൾ നൽകിക്കൊണ്ട് ഈ വിദ്യാലയത്തിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും മുതിർന്ന ഏറ്റവും സമ്പന്നമായ ഒരു ഭാവി നിശ്ചയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു പദ്ധതിക്കും ഈ ഒരു വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. അടുത്തതായി ആശംസകൾ നേരുന്നതിന് വേണ്ടി ക്ലസ്റ്റർ കോർഡിനേറ്റർ ശ്രീ മുഹമ്മദ് ഗസൽ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി ഞാനാണ്. കാരണം സമഗ്ര ശിക്ഷാ കേരളയുടെ സ്റ്റാർസ് വർണ്ണക്കൂടാരം എന്ന ഈ പദ്ധതി അനക്കയം പഞ്ചായത്തിലെ ആദ്യമായിട്ട് നടക്കുന്നത് എനിക്ക് ചാർജുള്ള എൻ്റെ സ്കൂളായ UPS ആനക്കയത്താണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സന്തോഷവാനായിട്ട് ഞാൻ ഇവിടെ പൂർണ്ണ മനസ്സോടെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ വർണ്ണക്കൂടാരം ഈ വർഷം നമുക്ക് 4 സ്കൂളിലാണ് വന്നത്. മഞ്ചേരി BRC കീഴിലെ 4 സ്കൂളിലാണ് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ BPCനോട് പറഞ്ഞു, അതിലൊരു വർണ്ണക്കൂടാരം എനിക്ക് നിർബന്ധമായിട്ടും കിട്ടണം. കാരണം എനിക്ക് ആകെ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ, പ്രീ പ്രൈമറി, അത് അംഗീകൃത പ്രീ പ്രൈമറി ഉള്ള ഒരു സ്കൂളേ ഉള്ളൂ. അതിലൊന്ന് എനിക്ക് വേണമെന്ന് ആശോട് പറയുകയും BPCയും മറ്റ് ട്രെയിനർമാരൊക്കെ അത് ശരിവെക്കുകയും അങ്ങനെയാണ് ഈ പദ്ധതി ഇങ്ങോട്ട് എത്തുന്നത്. ഈ പദ്ധതിയിൽ തൊട്ട് മുന്നുള്ള ആളുകൾ സംസാരിച്ചു. 13 ഇടങ്ങളുണ്ട് നമ്മളെ കുരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളായ 13 ഇടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. രക്ഷിതാക്കളൊക്കെ അത് പോയി നോക്കി കാണണം. ആ ഇടങ്ങളിലേക്ക് വേണ്ട സാധന സാമഗ്രികളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അവർ അനുഭവങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പഠിച്ചു വളരണമെന്നാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആനക്കയത്തെ എല്ലാ പിഞ്ചു കുട്ടികളെയും അല്ലെങ്കിൽ അതിലേക്ക് വരേണ്ട കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടിയാണ് ഈ പദ്ധതി. അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷവനായിക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വർണ്ണക്കൂടാരത്തിനും അതുപോലെ തന്നെ കെട്ടിടത്തിനും ഇന്ന് നടക്കുന്ന വാർഷികാഘോഷത്തിനും ആത്മാർത്ഥമായി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിൽ ദീർഘകാല അധ്യാപകനായും പിന്നീട് പ്രധാന അധ്യാപകനായും സേവനമനുഷ്ഠിച്ച
ബഹുമാനപ്പെട്ട ടി മുഹമ്മദ് ഇബ്രാഹിം മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നാട്ടുകാരെ, മറ്റുള്ളവരെ, വളരെ സന്തോഷമുള്ളൊരു വേളയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആനക്കയം ഗവൺമെൻറ് UP സ്കൂളിൽ ഒരു പുതിയ കെട്ടിട ഉദ്ഘാടനവും അതുപോലെ തന്നെ വർണ്ണക്കൂടാരത്തിൻ്റെ സ്റ്റാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ സേവനത്തിൽ നിന്നും പിരിയുന്ന 2 അധ്യാപകർക്കുള്ള യാത്ര സമ്മേളനവുമാണുള്ളത്. വളരെ സന്തോഷം തന്നെയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഇവിടെ കുട്ടികൾക്ക് ഇരിക്കാനും പഠിക്കാനും വേണ്ട രീതിയിലുള്ള ക്ലാസ് മുറികൾ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ലാംഗ്വേജ് ക്ലാസ്സിലൊക്കെ വരാന്തയിലുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് അന്താരാഷ്ട്ര നിലവാരമുള്ള 1 കോടിയുടെ എല്ലാ സൗകര്യമുള്ള കെട്ടിടം നമുക്ക് ഉദ്ഘാടനം തന്നിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വർണ്ണക്കൂടാരം ആനക്കയം പഞ്ചായത്തിലെ ആദ്യത്തെ പ്രീ പ്രൈമറിയുടെ പദ്ധതിയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള നമ്മുടെ സ്കൂളിൽ ലഭിച്ചത്. കഴിഞ്ഞ വർഷമാണ് അത് ലഭിച്ചത്. നയച്ചമായിരിക്കുന്ന സമയത്താണ് ലഭിച്ചത്. BPCയും അതുപോലെ തന്നെ ഗസലും ചാനൽ പറഞ്ഞപ്പോൾ ഏറ്റെടുത്തു. ഒരു പേടിയുണ്ടായിരുന്നു, എൻ്റെ കാലത്ത് കഴിയുമെന്ന് പേടിയുണ്ടായിരുന്നു. എങ്കിലും നമ്മളെ BPCയും ഒക്കെ നമുക്ക് എല്ലാ വേണ്ട വിധ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഉറപ്പിന്മേൽ ഏറ്റെടുക്കുകയും അത് പദ്ധതി പൂർത്തിയായിരിക്കുകയും ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട്. കുട്ടികൾക്ക് ഇവിടെ പറഞ്ഞു 13 ഇടങ്ങളാണ്. ഇടങ്ങളിലൊക്കെ കുട്ടികൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും അനുഭവിച്ചും തൊട്ടും പാട്ടുപാടിയും കളിച്ചുമുള്ള ഇടങ്ങളാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഇടങ്ങൾ നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മുടെ വിദ്യാലയം പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തും മികവ് പുലർത്തുന്നുണ്ട്. അതിനുള്ള നല്ല അധ്യാപകരും PTA-കളും അവരുടെ നാട്ടിലെ ജനങ്ങളും കുട്ടികളുമുണ്ട്. ഇനിയും ഉയരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സർ. സമയദൈർഘ്യം പരിഗണിച്ചുകൊണ്ട് ആശംസകൾ നേർന്നതായി അറിയിക്കുന്നു നമ്മുടെ ബഹുമാനരായ PTA, അതുപോലെ SMC ഭാരവാഹികൾ, PTA പ്രസിഡന്റ് ശ്രീ KP ഇസ്ഹാഖ് അവർകൾ, വൈസ് പ്രസിഡന്റ് ശ്രീ CP ഷിഹാബുദ്ദീൻ, അതുപോലെ തന്നെ SMC ചെയർമാൻ ശ്രീ PM അൻവർ സാദത്ത്, ശ്രീ CK സ്വാലിഹ് എന്നിവർ ഈ ചടങ്ങിന് ആശംസകൾ നേർന്നതായി പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി ആശംസകൾ നേരുന്നതിനു വേണ്ടി വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ P സുബൈർ അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപകരെ, വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ്, ഒരു ആനക്കയം ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ ഉള്ളത്. ഇവിടെ ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയായിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വളരെ വിപ്ലവകരമായ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി ആനക്കയം GUP സ്കൂളിന് വേണ്ടി 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത്. അതുപോലെ തന്നെ സമഗ്ര ശിക്ഷ കേരള എന്ന പദ്ധതിയുടെ ഭാഗമായി വർണ്ണക്കൂടാരമെന്ന ഒരു വർണ്ണമനോഹരമായ ഒരു പദ്ധതി അതും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ഈ ഒരു സായാഹ്നത്തിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും അതോടൊപ്പം തന്നെ ആനക്കയം GUP സ്കൂളിൻ്റെ പ്രവർത്തന മികവിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ വേണ്ട രൂപത്തിൽ സഹായിച്ച ആനക്കയത്തെ നല്ലവരായ പൗരാവലിയുടെ മുഴുവൻ പിന്തുണയും സഹകരണവും സഹായങ്ങളും തുടർന്നും ഈ വിദ്യാലയത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. അടുത്തതായി ആശംസകൾ നേരുന്നതിനു വേണ്ടി ഈ വിദ്യാലയത്തിൻ്റെ മുൻ പ്രധാന അധ്യാപകൻ ബഹുമാനനായ ശ്രീ ബാബുറാം സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഞാൻ ഈ സ്കൂളിലെ 2008-2009 ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂളിലെ ഇപ്പോഴത്തെ ഈ വികസനങ്ങളൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം അന്നുണ്ടായിരുന്നതിൽ നിന്നും എത്രയോ മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി, കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പം വന്ന അധ്യാപകർക്ക് അട്ടുന്ന മാറ്റം തിരിച്ചറിയാൻ കഴിയില്ല. ഏതായാലും ഇവിടുത്തെ വികസനങ്ങൾ ജനപ്രതിനിധികളും നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ
ഉള്ള സാറും അതുപോലെ BRC ഉള്ള ബഹുമാനീയരും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ചേർന്ന് നമ്മുടെ വിദ്യാലയം ഒരു ഉന്നതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനിയും വിദ്യാലയം തലമുറ കൈമാറി ഒരു ഉന്നത വിദ്യാഭ്യാസമായി ഇനിയും തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ നേരുന്നതിന് വേണ്ടി ശ്രീ സുന്ദരരാജൻ അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, ആനക്കയത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ലഭിച്ച വലിയൊരു സമ്മാനമാണ് കേരള സർക്കാരിൻ്റെ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടവും അതോടൊപ്പമുള്ള വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഈ ഉദ്ഘാടനവും. നമുക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 5-8 വർഷക്കാലമായി വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. വളരെ ഗൗരവപൂർവ്വം കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി കേരള ഗവൺമെൻറ് ഇടപെട്ടതിൻ്റെ ഭാഗമായി മിക്കവാറും എല്ലാ സ്കൂളുകളിലും മികച്ച കെട്ടിടങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഉയർന്നു വന്നു. നേരത്തെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കുതിച്ചുയരുകയാണ്. ഒരുപക്ഷെ ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല, അത് പ്രൈമറി തൊട്ട് ഉന്നത വിദ്യാഭ്യാസം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ബഡ്ജറ്റ് വീതമായ 1 കോടി രൂപയാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിന് ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വർണ്ണക്കൂടാരം പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഇത് ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള ഒരു പടവാണ് ഉയർത്തിക്കെട്ടിയിട്ടുള്ളത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇനിയും ഉയരങ്ങളിലേക്ക് പോകണം. അതിന് ആവശ്യമായ രീതിയിലുള്ള നല്ലൊരു അധ്യാപക ടീം, മുഹമ്മദ് അബ്ദുള്ള മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരുടെ ഒരു ടീമുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉയർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന നല്ലൊരു PTA കമ്മിറ്റിയുണ്ട്. ഇവിടുത്തെ പൗരാവലിയുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഈ വിദ്യാലയം ഇനിയും ഉയർച്ചയിലേക്ക്, കൂടുതൽ ഉയർന്ന ഘട്ടത്തിലേക്ക് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങിന് എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു സർ. അടുത്തതായി ശ്രീ സുരേഷ് ബാബു TP ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഈ സ്കൂളിൻ്റെ വിപ്ലവകരമായ പല മാറ്റങ്ങളും കണ്ടറിഞ്ഞ വ്യക്തിയാണ്. നമുക്ക് ഈ പുതിയ ഭൗതിക സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതോടൊപ്പം തന്നെ ഉറക്കെ പറയേണ്ട ഒന്നുണ്ട്, നമ്മൾ ഈ സ്കൂളിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത്. അത്തരമൊരു വാക്ക് ഇവിടെ ആരും പറയണ കേട്ടില്ല. ഈ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇവിടെ വരും. അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു നടപടി ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഈ സ്കൂളിൻ്റെ പുരോഗതി വളരെ നല്ല രീതിയിലാണ്. ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇവിടുത്തെ പാഠ്യേതര വിഷയങ്ങളിലെല്ലാം ഈ സ്കൂൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ 92 വർഷത്തിൽ ഇവിടെ ഒരു സബ് ജില്ലാ കലോത്സവം നമ്മൾ നടത്തുകയുണ്ടായി. ഈ മുറ്റത്ത് ഇവിടെ സ്റ്റേജ് കെട്ടി 2-3 സ്റ്റേജ് കെട്ടിയിട്ട് ഒരു പരിപാടി നടത്തിയിട്ട് അന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു ഒപ്പനയും ഒരു കവിതാപാരായണമല്ലാതെ ഒരൊറ്റ പരിപാടിക്ക് പോലും ആ പരിപാടിയിൽ നമ്മളെ സ്കൂളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ ഇവിടുത്തെ അധ്യാപകർക്കോ അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാക്കൾക്കോ കഴിഞ്ഞില്ല. അത്തരം ഒരു കാര്യങ്ങളിൽ നിന്ന് വളരെയേറെ മുന്നേറിക്കൊണ്ട് ഈ സബ് ജില്ലാ കലോത്സവങ്ങളിലൊക്കെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്ന അധ്യാപകരെയും PTA-കാരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. സമയദൈർഘ്യം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ ചടങ്ങിനും എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI-യുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്കായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ, വ്യക്തിപരമായിട്ട് മാസ്റ്റർ പ്ലാൻ ആവശ്യമാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്നും ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. ഇതോടുകൂടി ആശംസാ പ്രഭാഷണങ്ങൾ അവസാനിക്കുകയാണ്. അടുത്തതായി ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീമതി ബീന ടീച്ചർ, നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി, ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഏറെ ആഹ്ലാദം നിറഞ്ഞ ഒരു സദസ്സിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ചു നൽകിയ കെട്ടിടോദ്ഘാടനവും SSKയുടെ സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച വർണ്ണക്കൂടാര ഉദ്ഘാടനവും. നമ്മുടെ സ്കൂളിന് ഈ ഇരട്ടി മധുരം നുകർന്നു തരുന്ന ഈ നിമിഷത്തിൽ ഏറെ നീട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അവർക്ക് ഈ വിദ്യാലയത്തിൻ്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഞാൻ ആദ്യമായി നന്ദി അറിയിക്കട്ടെ. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ക്ലാസ് റൂമുകൾ. കുറേ നാളുകളായി ക്ലാസ് റൂമിൻ്റെ അപര്യാപ്തത നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിഷമം നമ്മൾ നമ്മുടെ ബഹുമാന്യനായ MLA സാറെ അവതരിപ്പിക്കുകയും MLA സാറിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അദ്ദേഹം നമ്മൾക്ക് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം 5 ക്ലാസ് റൂമുകൾ അനുവദിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യുകയുണ്ടായി. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട MLA ശ്രീ ഉബൈദുള്ള അവർക്ക് ഈ വിദ്യാലയത്തിൻ്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതമേകിയ ഞങ്ങളുടെ എല്ലാം സാരഥി, ഏതു പ്രതിസന്ധിയിലും ഞങ്ങൾക്ക് തണലാകുന്ന ഞങ്ങളുടെ സ്വന്തം HM ശ്രീ മുഹമ്മദ് അബ്ദുള്ള സാറിന് സംഘാടക സമിതിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. ഏതൊരു ചടങ്ങിനും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട സഹായങ്ങളും എല്ലാം ചെയ്തു തരാറുള്ള നമ്മുടെ ഈ ചടങ്ങിന് ആശംസ അറിയിച്ച ശ്രീ അഡോട്ട് ചന്ദ്രൻ അവർക്ക് ഈ വിദ്യാലയത്തിൻ്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും നന്ദി അറിയിക്കട്ടെ. ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച ആനക്കയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത മണികണ്ഠന് സംഘാടക സമിതിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഈ ചടങ്ങിന് ആശംസയും ഈ വർണ്ണക്കൂടാരം പദ്ധതിയുടെ പ്രൊജക്റ്റ് വിശദീകരിക്കുകയും ചെയ്ത ശ്രീ BPC സാറ് സുധീർ ബാബു സാറിന് ഈ വിദ്യാലയത്തിൻ്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ചടങ്ങിന് ആശംസ അറിയിച്ച നമ്മുടെ മുൻ HM ആനക്കയം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ KM അബ്ദുൾ റഷീദ് മാസ്റ്റർക്ക് ഈ വിദ്യാലയത്തിൻ്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ പ്രിയങ്കരനായിരുന്ന മുൻ HM ശ്രീ മുഹമ്മദ് ഇബ്രാഹിം സാറിന് ഈ വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കട്ടെ. കൂടാതെ ആശംസകൾ അറിയിച്ച ശ്രീ മൂസായു, ശ്രീ നിഖിൻസി, ശ്രീമതി ഇന്ദിരാദേവി ടീച്ചർ, ശ്രീ മുഹമ്മദ് ഗസൽ സാർ, ശ്രീ KP ഇസ്ഹാഖ്, ശ്രീ അൻവർ സാദർ, ശ്രീ P സുബൈർ, മുൻ HM ബാബുറാം സാർ, KV ഇസ്ഹാഖ്, സുന്ദർരാജൻ സാർ, സുരേഷ് ബാബു, ഷിഹാബുദ്ദീൻ എന്നിവർക്കെല്ലാം ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, നാട്ടുകാർക്കും കുട്ടികൾക്കും ബാക്കി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഈ വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുവാദത്തോടെ ഈ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു.